നമസ്കാരം. സമയം മലയാളം ദ ഇൻഫോ ഷോയിലേക്ക് സ്വാഗതം. രാത്രികാലങ്ങളിൽ സ്ത്രീകൾ ഒറ്റയ്ക്ക് പുറത്തു നടക്കുന്നത് സുരക്ഷിതമാണോ? പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള ഒന്നായിരിക്കും സ്ത്രീകൾ ഒറ്റയ്ക്ക് രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങുന്നത് സുരക്ഷിതമല്ല എന്ന്. എന്നാൽ രാത്രിയിൽ ജോലി കഴിഞ്ഞ് ഒറ്റയ്ക്ക് വരേണ്ടി വന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യ സാഹചര്യങ്ങൾ വന്നാൽ എന്തു ചെയ്യും? ബംഗളൂരുവിൽ കഴിഞ്ഞ ദിവസം ജിമ്മിന് പോയി വീട്ടിലേക്ക് മടങ്ങിയ ഒരു യുവതിക്കുണ്ടായ ദുരനുഭവമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത്. യുവതിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ് നിമിഷങ്ങൾക്കകം ആളുകൾ ഏറ്റെടുത്തു. നമുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപവും യുവതിയുടെ അനുഭവവും ഒന്ന് നോക്കാം. ബംഗളൂരു നഗരത്തിന്റെ പ്രാന്തപ്രദേശങ്ങൾ രാത്രികാലങ്ങളിൽ സുരക്ഷിതമല്ല എന്ന യുവതിയുടെ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുന്നത്. രാത്രി 9 മണിയോടെ ജിമ്മിൽ നിന്നും വീട്ടിലേക്ക് നടന്നു വരുമ്പോഴുള്ള അനുഭവമാണ് യുവതി വീഡിയോയായി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചത്. വീട്ടിലേക്കുള്ള വഴികൾ നിശബ്ദവും ഇരുട്ട് നിറഞ്ഞതുമായിരുന്നുവെന്നും സ്ട്രീറ്റ് ലൈറ്റുകൾ പോലും ഇല്ലാത്ത അവസ്ഥയാണെന്നും യുവതി വീഡിയോയിൽ വിവരിക്കുന്നു. ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെയാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. രാത്രി 9 മണിയോടെ ജിമ്മിൽ നിന്നും വീട്ടിലേക്ക് വരുമ്പോൾ തന്റെ അയൽപ്രദേശം നിശബ്ദവും ഇരുണ്ടതുമായിരുന്നുവെന്നും സ്ട്രീറ്റ് ലൈറ്റുകൾ ഇല്ലാത്ത വഴികൾ ഉണ്ടായിരുന്നുവെന്നും യുവതി പറയുന്നു. ഈ സ്ഥലം വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നതായും വെളിച്ചമില്ലാത്തത് കാരണം ഈ പ്രദേശം വളരെ അപകടകരമായി തോന്നിയെന്നും അവർ പറഞ്ഞു. ബംഗളൂരുവിന്റെ പ്രാന്തപ്രദേശങ്ങളിലേക്ക് വരുന്ന പെൺകുട്ടികളോട് 2 വട്ടം ആലോചിക്കാൻ അവർ മുന്നറിയിപ്പ് നൽകി. നഗരത്തിന്റെ ഉൾവശം വളരെ നല്ലതാണെന്നും എന്നാൽ നഗരപ്രാന്തങ്ങൾ സുരക്ഷിതമല്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. നഗരപ്രാന്തങ്ങളും വികസിപ്പിക്കൂ സഹോദരങ്ങളെ എന്ന അടിക്കുറിപ്പോടെ പങ്കുവച്ചിരിക്കുന്ന വീഡിയോ ഇതിനകം 6 ലക്ഷത്തിലധികം പേർ കണ്ടു കഴിഞ്ഞു. അതേസമയം വീഡിയോയ്ക്ക് താഴെ പോസിറ്റീവ്, നെഗറ്റീവ് പ്രതികരണങ്ങളാണ് ലഭിച്ചത്. ചിലർ യുവതിയുടെ ആശങ്കകളോട് യോജിച്ചപ്പോൾ മറ്റു ചിലർ വിയോജിപ്പ് രേഖപ്പെടുത്തി. ഒരാളുടെ കമന്റ് ഇങ്ങനെ: ബംഗളൂരുവിന്റെ നഗരപ്രാന്തങ്ങൾ പകൽ സമയത്തും അപകടകരമായി തോന്നിയിട്ടുണ്ട്. ആ വഴിയിലൂടെ പോകുമ്പോൾ ക്യാമറ ഓൺ ചെയ്തു വെക്കൂ. ഇപ്പോൾ ബംഗളൂരുവിൽ എവിടെ പോയാലും രാത്രി 9 മണിക്ക് ശേഷം ഇതേ അനുഭവം ഉണ്ടാകുന്നുവെന്നാണ് മറ്റൊരാളുടെ കമന്റ്. ബംഗളൂരു വളരെ സുരക്ഷിതമാണെന്ന് മറ്റൊരാൾ കമന്റ് ചെയ്തു. അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ 100-ൽ വിളിക്കുക. ഇത്തരം വീഡിയോകൾ ഉണ്ടാക്കി നമ്മുടെ സംസ്ഥാനത്തെ മോശമായി ചിത്രീകരിക്കുന്നതിന് പകരം നിങ്ങൾക്ക് കൂടുതൽ സുരക്ഷ വേണമെങ്കിൽ സെൻട്രൽ ബംഗളൂരിലേക്ക് മാറണമെന്നും അദ്ദേഹം ഉപദേശിച്ചു. ഒരു നഗരത്തെ അപകീർത്തിപ്പെടുത്തുന്നത് നിർത്താനാണ് മറ്റൊരാളുടെ കമന്റ്. ഞാൻ 13 വർഷമായി ബംഗളൂരുവിൽ താമസിക്കുന്നു. കഴിഞ്ഞ വർഷം ഞങ്ങൾ നഗരപ്രാന്തങ്ങളിലേക്ക് മാറി. സത്യമായിട്ടും ഇത് മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് വളരെ നല്ലതാണ്. നിങ്ങൾ ഏത് നഗരപ്രാന്തത്തിലാണ് താമസിക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞങ്ങൾ ഈ സിറ്റി പരിധിയുടെ നഗരപ്രാന്തത്തിലാണ് താമസിക്കുന്നത്. സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ ശ്രമിക്കുക. പരാതി പറയുന്നത് നിർത്താം. നിങ്ങൾക്കിപ്പോഴും സുരക്ഷിതത്വം തോന്നുന്നില്ലെങ്കിൽ പെപ്പർ സ്പ്രേ കയ്യിൽ കരുതുക. നിങ്ങൾക്കിവിടെ സുരക്ഷിതത്വം തോന്നുന്നില്ലെങ്കിൽ മറ്റ് നഗരപ്രാന്തങ്ങളും ഇതുപോലെ തന്നെയായിരിക്കും. പുതിയതായി ഒന്നുമില്ല. നിങ്ങൾ നോയിഡയുടെയും ഗുർഗ്രാമിന്റെയും നഗരപ്രാന്തങ്ങളിലേക്ക് മാറുകയാണെങ്കിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു. രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങുന്ന സ്ത്രീകൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? പോകുന്ന സ്ഥലം, അവിടേക്കുള്ള വഴി, ഗതാഗത സൗകര്യങ്ങൾ എന്നിവയെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടായിരിക്കണം. നിങ്ങൾ എവിടെ പോകുന്നു, ആരുടെ കൂടെയാണ്, എപ്പോൾ തിരിച്ചു വരും തുടങ്ങിയ കാര്യങ്ങൾ വീട്ടുകാരോടോ സുഹൃത്തുക്കളോടോ പറയുക. നിങ്ങളുടെ ലൈവ് ലൊക്കേഷൻ അവർക്ക് അയച്ചു കൊടുക്കുന്നതും നല്ലതാണ്. വിജനമായ ഇടവഴികൾ ഒഴിവാക്കി വെളിച്ചമുള്ളതും ആളനക്കമുള്ളതുമായ പ്രധാന റോഡുകളിലൂടെ യാത്ര ചെയ്യാൻ ശ്രദ്ധിക്കുക. യാത്രയിലുടനീളം ഫോണിന് ആവശ്യമായ ചാർജ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഒരു പവർ ബാങ്ക് കയ്യിൽ കരുതുന്നതും ഉചിതമാണ്. എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാൽ പോലീസ് ഹെൽപ്പ് ലൈനിൽ വിളിക്കുക. അതിനായി താഴെ പറയുന്ന നമ്പറുകൾ ഫോണിൽ സ്പീഡ് ഡയലായി സേവ് ചെയ്യുക. പോലീസ് സഹായം ആവശ്യമെങ്കിൽ 112 എന്ന നമ്പറിൽ വിളിക്കാം. പിങ്ക് പോലീസ് സഹായത്തിനായി 1515 എന്ന നമ്പറിൽ വിളിക്കാം. വുമൺ ഹെൽപ്പ് ലൈൻ നമ്പറായ 1091 എന്ന നമ്പറിലും നിങ്ങൾക്ക് വിളിക്കാം. ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.